ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് പുറത്ത് പോവാ കേട്ടോ. എന്തിനാണെന്നറിയോ? നമ്മുടെ മോളുടെ സ്കൂൾ തുറക്കാനായി. അപ്പോൾ കുട്ടിക്ക് ബാഗും ബുക്കൊക്കെ വാങ്ങണം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ മഞ്ചേരിക്ക് പോവുകയാണ്. ആളെ കൂട്ടണില്ല കേട്ടോ. ആളെ ഏട്ടൻ്റെ തറവാട്ടിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടന് കുറച്ചധികം വൈകിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു, മഴ ആയത് കാരണം. അപ്പോൾ അതേ നമ്മൾ മഞ്ചേരി എത്തിയപ്പോൾ മഴേൻ്റെ ഒരു ലക്ഷണവും ഇല്ല കേട്ടോ. അപ്പോൾ അതേ നമ്മൾ കുറേ കടകളൊക്കെ നോക്കി. അപ്പോൾ അതേ ഒരു ഓഫറുള്ള കട ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് കയറി നോക്കാം വിചാരിച്ചു, ടെസ്റ്റ് ഒന്ന് കയറി നോക്കാം എന്താവും എന്നുള്ളത്. അപ്പോൾ അതേ അങ്ങോട്ട് പോവുക കേട്ടോ. അപ്പോൾ അതേ അവിടെ ചെന്നപ്പോൾ ഫുൾ ആൾക്കാരും ബുക്കും ബാഗും ഒക്കെ വാങ്ങാൻ എല്ലാവരും ആൾക്കാരും അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ബുക്കൊരു സുഖമായിട്ട് തോന്നിയില്ല കേട്ടോ. പേജും കാര്യങ്ങളൊന്നും ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ നോട്ട് ബുക്ക് എടുത്തില്ല. അപ്പം നമ്മൾ ബാഗ് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ട് ബാഗ് നമുക്ക് ഇഷ്ടമായി കേട്ടോ. ഒന്ന് ഏട്ടന് സെലക്ട് ചെയ്തു, ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു ഡോറേൻ്റെ ബാഗ് എനിക്ക് നല്ല ഇഷ്ടമായി. ഏട്ടന് ഈ ഒരു യൂണിക്കോണിൻ്റെ ബാഗും. പിന്നെ അവസാനം നമ്മൾ ഒരു നിലപാടിലെത്തി ഡോറേൻ്റെ ബാഗ് എടുത്തിട്ടോ. അപ്പോൾ അതേ പെൻസിലും കാര്യങ്ങളൊക്കെ ഒരുപാട് കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ കുറച്ച് വൈകിയോന്നൊരു സംശയം ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു പെൻസിലൊരു ബോക്സ് എടുത്തു. ഇത് നോക്കി റെഡ് സെറ്റിൻ്റെത്, ഇത് ഷാർപ്പനർ കേട്ടോ. പിന്നെ ബോക്സിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. ബോക്സിൽ ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നോക്കി ലൈറ്റ്, കാൽക്കുലേറ്റർ, നമ്പർ ലോക്ക് അടക്കമുള്ള ബോക്സ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഏട്ടൻ കുറേയൊക്കെ നോക്കിട്ടോ. അപ്പം നമുക്കും കാണാനൊരു ആഗ്രഹം ഉണ്ട് കേട്ടോ. നമുക്കിതൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇതേ അപ്പോൾ ഏട്ടൻ നമ്പർ ലോക്കുള്ളതൊക്കെ നമ്പറൊക്കെ നോക്കിയൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് നേരം നോക്കിയിട്ടാണ് തുറന്ന് കിട്ടിയത്. അപ്പം ഞാൻ പറഞ്ഞത് വാങ്ങണ്ട, മോക്ക് എക്സാമിൻ്റെ സമയത്തൊക്കെ ബുദ്ധിമുട്ടാവും, ലോക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെൻസിലൊക്കെ അതിനുള്ളിൽ പെട്ടുപോകും, അപ്പം നമുക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളത് എടുത്തില്ല കേട്ടോ. നമ്മൾ പോന്നു. അപ്പോൾ ഓഫറാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് എന്തൊക്കെ വേണം അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇത് പൊട്ടുന്ന പാത്രങ്ങളും ചില്ലും ഗ്ലാസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ. കണ്ടെയ്നറുകളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ബാക്കിയുള്ള പ്ലാസ്റ്റിക് ഐറ്റംസിൻ്റെ കാര്യമൊന്നും അറിയില്ല. അപ്പം നമ്മളങ്ങനെ അധികം സാധനങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. നമ്മൾ സ്കൂട്ടിക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അറിയാലോ, ഒരുപാട് സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാനിത് ആ ഒരു കണ്ടെയ്നർ എടുത്തു കേട്ടോ. ഒരു 4 സെറ്റും 2 സെറ്റും കേട്ടോ കണ്ടെയ്നർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ 2 സെറ്റിൻ്റെ കണ്ടെയ്നർ എടുത്തിട്ടോ. ഈ തുടപ്പയും എല്ലാതും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ ഒരുപാട് ഐറ്റംസ് കണ്ട ഭയങ്കര കൺഫ്യൂഷൻ ആവട്ടെ. ഞാൻ ഒന്നും വാങ്ങിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ 2 കണ്ടെയ്നർ എടുത്തു. മോളുടെ ബുക്കിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്, എറൈസറും പെൻസിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ആ ഒന്ന് എടുത്തിട്ടോ. അപ്പോൾ ഈ ബാഗിൻ്റെ സെക്ഷൻ കണ്ടപ്പോൾ ഈ ഒരു ബാഗ് എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. പിന്നെ ഈ ഒരു വൈറ്റ് എനിക്ക് നല്ല പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വൈറ്റ്, പക്ഷെ അതിന് സിബ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫോണൊക്കെ ഇട്ടിട്ടങ്ങ് ചാടുമായിരുന്നു. അപ്പം ഞാൻ അതെടുത്തില്ല കേട്ടോ. ആ ഒരു പിങ്കിൻ്റെ ഒരു ഗ്രേപ്പ് കളർ ഇട്ട് എനിക്ക് ഇഷ്ടമായത്. അപ്പോൾ ഞാൻ അതെടുത്തു. പിന്നെ നമ്മൾ മേലത്തെ സെക്ഷനിൽ പോയിട്ട് അവിടെ ഫുള്ള് ഡ്രസ്സിൻ്റെ ഒരു ശേഖരം തന്നെ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവിടുന്ന് മോക്ക് ഒരു മിഡിയും ഒരു ടീഷർട്ടും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാതും വാങ്ങാൻ തോന്നും. നമ്മൾ മോക്ക് ഒരു മിഡി എടുത്തിട്ട് അങ്ങോട്ട് പോകുന്നുട്ടോ. പക്ഷെ നമ്മൾ നോക്കിയിട്ടോ, എല്ലാ ഐറ്റംസും നോക്കി. ഇപ്പോൾ ഈ ഒരു മിഡി എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. പക്ഷെ ഞാൻ എടുത്തില്ല. സ്കൂൾ ഉറപ്പൊക്കെ അല്ലേ, അപ്പോൾ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഈ കോളേജ് കുട്ടികൾക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി കളക്ഷൻസ് ആട്ടോ. ഒരു 10 മണിയപ്പോൾ അവിടെ ക്ലോസ് ചെയ്ത് നമ്മൾ ഇറങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അത് ഒരുപാട് സമയമായതുകൊണ്ട് ലൈറ്റ് എല്ലാ കടകളും മിക്കതും അടച്ചു പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചു പോന്നു. വീട്ടിലെത്തിയപ്പോഴേ മോള് നമ്മുടെ വണ്ടീൻ്റെ സൗണ്ട് എടുത്തിട്ട് ഓടി ചാടി വരിക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക,